ശരി, ഞാൻ വരാം. BRM ഷഫീർ, ഇപ്പോൾ ഈ പ്രകാശൻ മാസ്റ്റർ നമ്മളോട് പറയുമ്പോഴും ഒരു സർക്കാർ എങ്ങനെയാണ് ഭരണഘടനാ സ്ഥാപനമായ ഗവർണറോട് മാന്യമായി പെരുമാറേണ്ടത്? നയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹം ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നു, അതിനോട് മാന്യമായ രീതിയിലുള്ള പ്രതികരണം സർക്കാർ നടത്തുന്നു. പക്ഷേ അമാന്യമായ രീതിയിലുള്ള ഇടപെടൽ ഗവർണർ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി തുടർന്നാൽ അതിന് അതേ നാണയത്തിൽ ഇതുവരെ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സർക്കാരിൻ്റെയും CPM-ൻ്റെയും ഒക്കെ പ്രതികരണം എന്നാണ് അദ്ദേഹം ഈ ചർച്ചയിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ താങ്കൾ ഈ ഒത്തുതീർപ്പ് എന്ന ആരോപണം പിൻവലിക്കുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലമെന്ററി പാർട്ടി AKG സെന്ററിൽ കൂടിയിട്ടില്ല എന്നാണ് ബഹുമാനായ CPM-ന്റെ പ്രതിനിധി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പറയാനേ പറ്റൂ. നിങ്ങൾ എന്നല്ല, അദ്ദേഹം അവിടെ എന്ത് ചർച്ച ചെയ്തു നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്നാണ് ചോദിച്ചത്. ശരി, അങ്ങനെ തന്നെ. കാരണം നിയമസഭ അടിച്ചു തകർത്ത ശിവൻകുട്ടിയെ ലൈവായിട്ട് കണ്ടിട്ടും അങ്ങനെ ഒരു അക്രമമേ നടന്നിട്ടില്ല എന്ന നിലപാടെടുത്ത പാർട്ടിയാണ് CPM. മനസ്സിലായില്ലേ? നിങ്ങളെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നിങ്ങൾ പറഞ്ഞു ഗവർണർക്കെതിരായിട്ട് ഞങ്ങളുടെ പ്രക്ഷോഭം തുടരും. സർ, ഈ വികാരവും ഈ വലിയ ഇമോഷണൽ ക്യാരക്ടറൊന്നും പിണറായി വിജയൻ ഇല്ല. ബഹുമാനായ ശ്രീ M പ്രകാശന്റെ കുടുംബത്തിൽ ആരും തന്നെ മാസപ്പടി വാങ്ങിയിട്ടില്ല തോന്നുന്നു. അതാണ് ഇത്ര കരളുറപ്പ്, ഇത്ര ആവേശം എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രി കാണിക്കത്തില്ല കേട്ടോ. അദ്ദേഹത്തിന് എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട്, അദ്ദേഹത്തിന് ആരെയൊക്കെയോ സംരക്ഷിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്ത് നിലപാടെടുക്കാം, പക്ഷെ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് കരളുറപ്പോടെ ഒരു നിലപാടെടുക്കാൻ ഇനി കഴിയില്ല. ഒന്ന് പഠിച്ചോ. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ നടത്തിയതുപോലെ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ നേതാക്കന്മാർ ഡൽഹിയിൽ തണുപ്പത്ത് AKG മന്ദിരത്തിനകത്ത് കിടന്നുറങ്ങുമ്പോൾ ആസാമിലൂടെയും മേഘാലയയിലൂടെയും ഇന്നും നിങ്ങൾക്കറിയോ കാൽനടയായിട്ടും വാഹനത്തിനുമായി സമരമുഖത്ത് നിൽക്കുകയാണ്. ഭാരത് ന്യായ് യാത്ര നടത്തിക്കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി. അതിനപ്പുറമൊന്നും ഒരു സമരമൊന്നും ഇന്ത്യ കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. ഇനി ഞാൻ നിങ്ങളുടെ പോയിന്റിലേക്ക് വരാം. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം, നിങ്ങളും ഗവർണറും തമ്മിൽ നടത്തുന്നത് ചക്കളത്തി പോരാട്ടാണ്. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പ്രകാശ് മാസ്റ്റർ മനസ്സിലാക്കിയോ? കേരളത്തിലെ ബഹുമാനായ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ സഖാവ് പിണറായി വിജയനോട് ശ്രീ അമിത്ഷാ പറഞ്ഞു കാണും, ഗവർണറോടൊന്നും വല്ലാതെ ഏറ്റുമുട്ടലെന്ന് പോണ്ട കേട്ടോ, അദ്ദേഹം അങ്ങ് പൊയ്ക്കോട്ടെന്നേ, കടുപ്പിച്ചൊരു നിലപാടൊന്നും എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു കാണുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്ന് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? സ്വർണ്ണക്കടത്ത് നടത്തിയ ഓഫീസ്. ആരെക്കുറിച്ചാ? പിണറായി വിജയനെ കുറിച്ച്. ആരുടെ കയ്യിലാ CBI? ആരുടെ കയ്യിലാ കസ്റ്റംസ്? ആരുടെ കയ്യിലെ ED? ആരുടെ കയ്യിലാ? നരേന്ദ്രമോദിയുടെ കയ്യിൽ അല്ലെങ്കിൽ അമിത്ഷായുടെ കയ്യിൽ? എന്തെങ്കിലും ഒരു ചെറുവിൽ അനക്കിയോ? ഇല്ല. എന്താ അനക്കാത്തത്? കേസെടുത്തില്ലേ? ഉണ്ടായിരുന്നു. കേസുകൾ എന്തായി? തേഞ്ഞുമാഞ്ഞു പോയി. എപ്പോഴാ തേഞ്ഞുമാഞ്ഞു പോയത്? നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്തായിരുന്നു? ഒത്തുതീർപ്പ്. 68 മണ്ഡലങ്ങളിൽ ഒത്തുതീർപ്പുണ്ടാക്കി സാറേ. ഞാൻ വർക്കലയിൽ മത്സരിച്ച ആളാ. അവിടെ എനിക്ക് തൊട്ട് മുമ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 18,900 ആയിരുന്നു NDAയുടെ വോട്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ശോഭാ സുരേന്ദ്രൻ 38,500 വർക്കലയിൽ. നിങ്ങൾക്കറിയോ ഞാൻ മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് 20,000 വോട്ട് കൂടി. എവിടെന്നാ കൂടിയെന്നറിയോ? BJP-യുടെ 18,900 ഒറ്റയടിക്ക് 10,100 ചുരുങ്ങി. എങ്ങോട്ടാണ് വോട്ട് മറിഞ്ഞെന്നൊക്കെ എന്നോട് പറഞ്ഞു തരണ്ട, ഞാൻ അനുഭവസ്ഥനാണ്. അതൊക്കെ നിങ്ങളുടെ പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. ഇനി ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഇന്ത്യ രാജ്യത്ത് ED കയറാത്ത, കസ്റ്റംസ് കയറാത്ത, CBI കയറാത്ത 2 വീടേ ഉള്ളൂ. പ്രകാശ് മാസ്റ്റർ പഠിച്ചോ. 2 വീട്ടിൽ മാത്രം ED കയറൂല. നിങ്ങളുടെ ഈ പാവം ഇവിടെ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വീട്ടിൽ ഇന്നലെ ED കയറി. ബോണ്ട് മസാല ബോണ്ടിന് ബെല്ലടിക്കാൻ പോയ ഐസക്കിന്റെ വീട്ടിൽ മിക്കവാറും ED കയറും. പക്ഷേ 2 വീട്ടിൽ മാത്രം ഇന്ത്യ രാജ്യത്ത് ED കയറൂല. ഒന്നാമത്തെ വീട് ഇന്ത്യയിൽ കോൺഗ്രസ് ജയിച്ചു വരുമെന്ന് കാണുന്ന സീറ്റുകളിൽ വന്നിട്ട് ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ ഇട്ട് ഫ്ലൈറ്റിൽ വന്ന് പ്രചരണം നടത്തിയിട്ട് തിരിച്ചു പോകുന്ന ഹൈദരാബാദിലെ കൊട്ടാരമുള്ള അസദുദ്ദീൻ ഉവൈസി എന്ന് പറയപ്പെടുന്ന ആളിന്റെ വീട്ടിൽ ഒരു കാലത്തും ED കയറൂല. 2 ഇന്ത്യ രാജ്യത്ത് ED കയറാത്ത രണ്ടാമത് ഒരൊറ്റ വീടേ ഉള്ളൂ. പരിരക്ഷയുള്ള വീട്. അത് സ്വർണം കടത്തിയാലും ഡോളർ കടത്തിയാലും ഇനി പ്രധാനമന്ത്രി തന്നെ തൃശ്ശൂരിൽ വന്നിട്ട് സ്വർണം കടത്ത് ഓഫീസ് എന്ന് ആരോപിച്ചാലും പ്രൈവറ്റ് സെക്രട്ടറി ലൈഫിൽ ജയിലിൽ കിടന്നാലും അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രി ആയാലും പ്രൈവറ്റ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്തതായിട്ട് തെളിവുകൾ വന്നാലും ഒരു EDയും കയറത്തില്ല. ആ ഒത്തുതീർപ്പൊക്കെ ഞങ്ങൾക്കറിയാം സാർ. നിങ്ങൾക്ക് തൃശ്ശൂരിൽ നടന്ന ഒത്തുതീർപ്പൊക്കെ കാണണോ? തൃശ്ശൂരിൽ നിങ്ങൾ BJPക്ക് അനുകൂലമാക്കാൻ വേണ്ടി നിങ്ങൾ കിണഞ്ഞ് ശ്രമിക്കുന്നതിന് 2 ഉദാഹരണം പറഞ്ഞുതരാം. ഒന്നാമത്തെ ഉദാഹരണം, തൃശ്ശൂരിൽ ഇന്നലെ തൃശ്ശൂരിലെ MLA ബാലചന്ദ്രൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ശ്രീരാമണനും ലക്ഷ്മണനും എല്ലാം ഇറച്ചിക്കട നടത്തുന്നവരാണ്, ഇറച്ചി മോഹികൾ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ പോസ്റ്റ് ഉണ്ട്. ആരാ? തൃശ്ശൂർ ടൗണിലെ MLA. ഏത് പാർട്ടി? CPI.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. എന്തായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ, പരമാവധി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ധ്രുവീകരണം ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നും ഉണ്ടാക്കണം. രണ്ടാമത്തെ സംഭവം പറഞ്ഞുതരാം. സുരേന്ദ്രൻ പറഞ്ഞു, ശബരിമല പോലെ ഞങ്ങൾ തൃശ്ശിവ പേരൂരിന്റെ മണ്ണിൽ പ്രക്ഷോഭം തുടങ്ങും. എന്താ കാര്യം? തൃശ്ശൂരിലെ തേക്കങ്കാട് മൈതാനിയിൽ അവിടെ ഈ ലേലപ്പാട്ടവുമായി ബന്ധപ്പെട്ട് 32 ലക്ഷത്തിന്റെ ലേല തുക 2.5 കോടിയായിട്ട് ദേവസ്വം ഉയർത്തി. ആരാ ദേവസ്വം? ഇടതുപക്ഷത്തിന്റെ ദേവസ്വം. ശബരിമലയെ പോലെ ഞങ്ങൾ വീണ്ടും സുവർണാവസരമായി പ്രക്ഷോഭം നടത്തുമെന്ന് സുരേന്ദ്രൻ. എന്താ കാരണം? രണ്ടാമത്തെ കാര്യം, 3 കരിവണ്ണൂർ കേസ് എന്തായി സാർ? ഒത്തുതീർപ്പായില്ലേ? നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രിക്ക് രാമാനം ഭീകരവാദികളെ പിടിക്കാൻ വേണ്ടി പോലീസിൽ അയച്ചു. സുരേന്ദ്രന്റെ കുഴൽപ്പണ കേസ്, അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ 45 പരം വരുന്ന കോളുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ, തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയുടെ മൊഴികൾ, കർത്തയുടെ വീട്ടിലേക്കുള്ള വഴികൾ, കൊടകരയിലെ കുഴൽപ്പണ കേസ് എല്ലാം ആവിയായി പോയില്ലേ? ആരാ മാറ്റിക്കൊടുത്തത്? ഒരു സാക്ഷി പോലും ആക്കാതെ സുരേന്ദ്രനെയും മകനെ രക്ഷപ്പെടുത്തി കൊടുത്ത ആരാ? നിങ്ങളുടെ പിണറായി. മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് അഴിമതി കേസ് ആരാ ഒത്തീർപ്പാക്കി കൊടുത്തത്? അല്ല, ഒരു മിനിറ്റ് പറയട്ടെ. മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് കേസിൽ സുരേന്ദ്രനെ ബെയിലെടുക്കാൻ സഹായം കൊടുത്ത ആരാ? ഇതേ പിണറായി. CK ജാനുവിന്റെ NDA പ്രവേശനത്തിന് വേണ്ടി പൂക്കൂടയിൽ പണം കടത്തി കൊടുത്ത കേസ് ഒത്തീർപ്പാക്കി കൊടുത്ത ആരാ? കേസെടുത്ത് FIR ഇട്ടിട്ട് അറസ്റ്റ് ചെയ്യാത്തതാരാ? ഇതേ പിണറായി. ഞങ്ങൾക്കറിയാം സാർ, നിങ്ങൾ ഇതൊന്നും ചെയ്യത്തില്ല. കാരണം സുരേന്ദ്രനെ പിടിച്ചാൽ കരിവണ്ണൂരിൽ നിങ്ങൾക്ക് പിടിവീഴും, വീണാ വിജയന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പിടിവീഴും. രാഷ്ട്രീയത്തിന് വഴങ്ങി തൃശ്ശൂർ വിട്ടുകൊടുക്കും.